ചെറുവത്തൂർ മട്ടായിലെ പുതിയ ദേശീയപാതയിൽ വിള്ളൽ രൂപപ്പെട്ട സംഭവത്തിൽ ജില്ലാ കളക്ടർ നിയോഗിച്ച വിദഗ്ധ സമിതി സ്ഥല പരിശോധന നടത്തി. ശിവക്ഷേത്രത്തിന് സമീപം 50 മീറ്ററോളം നീളത്തിൽ റോഡ് വിണ്ടുകീറുകയും അമരുകയും ചെയ്ത ഭാഗവും തകർന്ന കോൺക്രീറ്റ് മതിലും ഓവുചാലുകളും സംഘം വിശദമായി പരിശോധിച്ചു. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. റോഡിന്റെ തകർച്ച മറയ്ക്കാൻ നിർമ്മാണ കമ്പനി പ്ലാസ്റ്റിക് ഷീറ്റുകൾ കൊണ്ട് മൂടിയ ഭാഗങ്ങൾ അഴിപ്പിച്ചാണ് പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തിയത്. ഭിത്തിയിൽ പലയിടത്തും വിള്ളലുകൾ ഉള്ളതായും തകർന്ന ഭാഗങ്ങളിൽ ധൃതി പിടിച്ച് അറ്റകുറ്റപ്പണികൾ നടത്തിയതായും കണ്ടെത്തി. ഡ്രൈനേജ് സംവിധാനത്തിലെ അശാസ്ത്രീയത മൂലം വെള്ളം കെട്ടിക്കിടക്കുന്നതിനെക്കുറിച്ചുള്ള പരാതികളും സമിതി ഗൗരവമായെടുത്തു. നിലവിൽ ഭിത്തി തകർന്ന ഭാഗത്ത് മണ്ണിടുന്ന പ്രവൃത്തിയും സർവീസ് റോഡ് നിർമ്മാണവും പുരോഗമിക്കുകയാണ്. കാഞ്ഞങ്ങാട് RDO പ്രതിനിധി EM ബിജു, ഹോസ്തൃക തഹസിൽദാർ PK പ്രേമാനന്ദ്, പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E കുഞ്ഞിരാമൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. മൈനിങ് ആൻഡ് ജിയോളജി, സോയിൽ കൺസർവേഷൻ, PWD, മോട്ടോർ വാഹന വകുപ്പ്, പോലീസ് എന്നീ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥരും പിലിക്കോട് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും കരാർ കമ്പനി പ്രതിനിധികളും സ്ഥലത്തെത്തിയിരുന്നു. പാത നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മട്ടലായി അതുപോലെ തന്നെ കാലിക്കട് ഭാഗങ്ങളിൽ ഇപ്പോൾ ഞങ്ങളുടെ ഇടയിൽ ഉയർന്നു വന്നിട്ടുള്ള ഈ ആശങ്ക അടിയന്തരമായിട്ട് പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. മട്ടലായി ഭാഗത്താണെന്നുണ്ടെങ്കിൽ ദേശീയപാതയിൽ അതിൻ്റെ പൂർത്തീകരിച്ചു എന്ന് പറയപ്പെടുന്ന ഭാഗത്ത് ഇപ്പോൾ വിള്ളൽ വന്നിരിക്കുകയാണ്. സർവീസ് റോഡിൻ്റെ സൈഡ് വാളിലും കോൺക്രീറ്റിൽ വിള്ളൽ കണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എല്ലാം കുറ്റമറ്റതായിട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നടപടി ദേശീയപാതയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അതേ അവസരത്തിൽ തന്നെ ഈ റോഡിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള വെള്ളക്കെട്ട് ഇപ്പോഴത് കാടുവക്കാട് മഞ്ഞത്തൂർ ഭാഗത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അത് ആ വെള്ളത്തിന് പോകാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ഒന്നുകിൽ അവിടെ ഡ്രെയിനേജ് ദേശീയപാതക്ക് കുറുകെ ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്രമീകരണങ്ങൾ അതിനുണ്ടാകണം. ഇല്ലെങ്കിൽ ആ വെള്ളക്കെട്ട് വീടുകളിലേക്കും അതുപോലെ തന്നെ മറ്റു ഭാഗങ്ങളിലേക്കാണ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ശേഷത്തിൽ നോക്കുമ്പോൾ തന്നെ റിട്ടേണിംഗ് വാളിൻ്റെ വിള്ളലും അതുപോലെ തന്നെ പൊട്ടലും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അത് ഫലപ്രദമായിട്ട് പുനർനിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം അതിൻ്റെ കരാർ കമ്പനി തയ്യാറാവണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് സംബന്ധിച്ച് പറയാനുള്ളത്. അങ്ങനെ വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു റോഡായിരിക്കണം. പരിശോധനയുടെ അടിസ്ഥാനത്തിലുള്ള വിശദമായ റിപ്പോർട്ട് സമിതി ഉടൻ തന്നെ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുമ്പാകെ സമർപ്പിക്കും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.